സോ റിംഗ് കൗണ്ടർ നോക്കൂ, എഡ്ജ് ട്രിഗേർഡ് വരയ്ക്കുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. ദാ ഇങ്ങനെ തന്നെ വരയ്ക്കണം. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലെ ആരോ അത് തന്നെ വേണം. പിന്നെ നിങ്ങൾ റിംഗ് കൗണ്ടറിന് ക്ലോക്ക് പ്രീസെറ്റിന് പകരം എന്താ, ക്ലിയറിന് പകരം സബ്മിറ്റ് ചെയ്തവര് നോക്കിക്കോളൂ, ലോഡാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്, ലോഡ് അല്ല. കണ്ടോ ഇവിടെ ഇത് ഡി വെച്ചിട്ട് ജെ കെക്ക് ദേ ഈ കണക്ഷൻ മാത്രം പോരാ, ഈ കണക്ഷനും കൂടെ കൊടുക്കണം. താഴത്തെ ക്യൂവിന്റെ കണക്ഷൻ ക്യൂ ടു അനദർ കെ, ആ കണക്ഷനും കൂടെ കൊടുത്താലേ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ. So ring counter can be, if nothing is specified, you can very well use D flip-flops. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സിൽ പറഞ്ഞു, എഴുതുന്നു, VPT ഷെയർ ചെയ്യുന്നു, നിങ്ങൾ വേറെ എവിടുന്നോ എന്തൊക്കെയോ എടുത്ത് എഴുതുന്നുണ്ട്. വാട്ട് ഈസ് ദ മോഡുലസ് ഓഫ് എ കൗണ്ടർ? എന്താ മോഡുലസ്? ഇവിടെ നോക്കൂ, ഈ റിംഗ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരച്ചിരിക്കുന്നുണ്ട്. ഇത് ഹൈ ആയി, അത് കഴിയുമ്പോൾ അടുത്തത് ഹൈ ആയി, അത് കഴിയുമ്പോൾ ഇത് 4 ബിറ്റ് ആണ്, അടുത്ത ഹൈ ആയി, അത് കഴിഞ്ഞപ്പോൾ MSB ഹൈ ആയി, അത് കഴിയുമ്പോൾ നോക്കൂ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ ഈ ഒരു കംപ്ലീറ്റ് സീക്വൻസ് കഴിഞ്ഞു. സീക്വൻസ് കഴിഞ്ഞിട്ട് മീൻസ് അതിവിടെ കഴിഞ്ഞു. അടുത്ത ക്ലോക്ക് പൾസിൽ അടുത്ത വീണ്ടും ഈ 1 ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ വരയ്ക്കണം. സോ ഇതാണ് 3 ബിറ്റ് ഉണ്ടോ ഇവിടെ? 4 ബിറ്റ്. ഓക്കെ, 4 ബിറ്റ് ആണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് 3 ബിറ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞത്. 4 ബിറ്റിന് നോക്കൂ, ഇതാണ് 4 ബിറ്റിന്റെ റിംഗ് കൗണ്ടർ. നിങ്ങൾക്ക് കാണാം റിംഗ് കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ്. ഇതിന്റെ ഇടയ്ക്ക് എവിടെയും ഒരു ഓൾ സീറോസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ല. 0 0 0 0യിലേക്ക് പോയാൽ വീണ്ടും നിങ്ങൾക്കൊരു 1 ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കണ്ടിന്യൂസ് ഇങ്ങനത്തെ ഒരു സീക്വൻസ് കിട്ടില്ല. റിംഗ് കൗണ്ടർ ഇതൊരു 4 ബിറ്റ് റിംഗ് കൗണ്ടർ ആണ്. മോഡുലസ് ഓഫ് എ കൗണ്ടർ ഈസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദ സീക്വൻസ് ദ കൗണ്ടർ പ്രൊസീഡ്സ്. ഇവിടെ മാക്സിമം 4 ബിറ്റിന് 2⁴ 16 സ്റ്റേറ്റ്സ് പോസിബിൾ ആണെങ്കിലും ഇവിടെ 4 സ്റ്റേറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. So modulus of the counter is പറയൂ അപർണ, മൈക്ക് ഓൺ ചെയ്ത് പറയൂ. What is the modulus of the counter? മൈക്ക് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യൂ. Modulus of a 3-bit ring counter. അപർണ ടൈപ്പ് ചെയ്യൂ. അപർണ ഇല്ലേ? അപർണ, ആർ യു ദേർ? അവിടെ ഉണ്ടോ? മോഡുലസ് ഓഫ് എ 3-bit കൗണ്ടർ 6 അല്ല അപർണ. എനിവൺ എൽസ്? മോഡുലസ് ഓഫ് എ 3-bit റിംഗ് കൗണ്ടർ. യെസ്, ഇറ്റ് ഈസ് 3 അതുൽ. പക്ഷെ അതുലിന് എന്തോ എക്സാമിന് എന്തോ പറ്റിയല്ലോ, അതില്ല കുറച്ചൊക്കെ തെറ്റിപ്പോയി. ഓക്കെ, കാരണം 3-bit റിംഗ് കൗണ്ടറിൽ ഒരു 1 മാത്രമേ, കാരണം 3-bit Q0 Q1 Q2 ആണ് ഔട്ട്പുട്ട് എങ്കിൽ, Q0 Q1 Q2 ആണ് ഔട്ട്പുട്ട് എങ്കിൽ 1 0 0 0 1 0 0 0 1 ഈ 3 സ്റ്റേറ്റുകളേ ഉള്ളൂ. ഒന്ന് എഴുതൂ നിങ്ങൾ. Q0 Q1 Q2 ആണെങ്കിൽ 1 0 0 0 1 0 and 0 0 1. ഇവിടെ ഞാൻ അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 3-bit റിംഗ് കൗണ്ടറിന്റെ 0 0 1 കഴിഞ്ഞാൽ
അടുത്ത സ്റ്റേറ്റിൽ എന്താവും അത് 0 1 0. അടുത്ത സ്റ്റേറ്റിൽ എന്താവും 1 0 0. നെക്സ്റ്റ് സ്റ്റേറ്റിൽ എന്താവും വീണ്ടും 0 0 1. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ മോഡുലസ് എന്ന് വെച്ചാൽ ആകെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഈ 3 സ്റ്റേറ്റേ ഉള്ളൂ. സോ മോഡുലസ് ഈസ് 3. ആക്ച്വലി വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ സ്റ്റേറ്റ്സ്? 2�3, ബിക്കോസ് ഓരോ ബിറ്റിനും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് 2�3, 8 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് 3 മാത്രമേ റിംഗ് കൗണ്ടറിൽ പോസിബിൾ ആവുള്ളൂ. അതേസമയം ഒരു 3-ബിറ്റ് ജോൺസൺ കൗണ്ടറിലാണെങ്കിലോ എന്തൊക്കെയാണ് സീക്വൻസ്? 3-ബിറ്റ് ജോൺസൺ കൗണ്ടറിലാണെങ്കിൽ സീക്വൻസ് എന്താ? ഒന്ന് എഴുതൂ നിങ്ങൾ. 3-ബിറ്റ് ജോൺസൺ കൗണ്ടർ ആണെങ്കിൽ അതിന്റെ കൗണ്ടിങ് സീക്വൻസ് എഴുതി മോഡുലസ് പറയൂ. എഴുതി നോക്കൂ, ഞാൻ പറയാം ഇതുപോലെ പേര്. 3-ബിറ്റ് ജോൺസൺ കൗണ്ടർ ഓർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. അർജുൻ, നമ്പർ 13. അർജുൻ വി രവീന്ദ്രൻ. അർജുൻ ഒന്ന് മൊബൈൽ ഓൺ അല്ല മീൻസ് മൈക്ക് ഓൺ ചെയ്തേ. അർജുൻ, അർജുൻ, നമ്പർ 13. അർജുൻ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ആൻസർ കിട്ടിയത് ചാറ്റ് ബോക്സിൽ ഇടും. വാട്ട് ഈസ് ദ ആൻസർ? 3-bit Johnson counter. What is the modulus of a 3-bit Johnson counter? ഞാൻ 3 ആൻസേഴ്സ് കണ്ടു. ബാക്കി ധ്യാൻ്റെ ഇതുണ്ടോ അവിടെ? ധ്യാൻ ആൻസർ ഇടൂ. ബേസിൽ, what is your answer? What is your answer? Yes. Yes, yes. Okay. Okay, okay. ഓക്കെ, ധ്യാൻ ഇവിടെ ഉണ്ട്. ധ്യാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ധ്യാൻ ധ്യാൻ
ധ്യാൻ പറയും എങ്ങനെയാണ് 3-bit ജോൺസൺ കൗണ്ടറിന് ധ്യാനിന് 6 എന്ന് ആൻസർ കിട്ടിയത്? പിന്നെ വെറുതെ 6 എങ്ങനെ ഇട്ടോ? പിന്നെ ധ്യാൻ എന്നോട് ചോദിച്ചില്ലല്ലോ എങ്ങനെ അത് കിട്ടണമെന്ന്. ഓക്കെ ഓക്കെ ശരി. ശരി ശരി ഓഫ് ചെയ്തോ. നോക്കൂ, ഇതാണ് 4-bit ജോൺസൺ കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം. കാരണം 000 തുടങ്ങി, നെക്സ്റ്റ് ഒരു ബിറ്റ് 1 ആവും. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. അതിന്റെ ട്രൂത്ത് ടേബിൾ എന്നാ നോക്കൂ, 000 ഇനിഷ്യലി ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്ലിയർഡ്, ദെൻ ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും, പിന്നെ ആ 1 ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇപ്പൊ 2 എണ്ണത്തിന്റെ ഹൈ ആയി, പിന്നെ 3 എണ്ണത്തിന്റെ ഹൈ ആയി, പിന്നെ 4 ഹൈ ആയി, 4ന്റെ ഔട്ട്പുട്ട് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തിന്റെ തൊട്ട് ഒരു 0 പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. 0 വന്ന് എല്ലാം 0. സോ altogether how many state? 1 2 3 4 5 6 7 8 states ഉണ്ട്. So a 4-bit ring counter has 8 different states, 8 different counting sequence. So modulus of that counter is 8. അപ്പൊ നിങ്ങളോട് ഞാൻ 3-bit ആണ് ചോദിച്ചത്. 3-bitന്റെ 2n, 2 where n is the number of flip flops. So 6 ആണ് അതിന്റെ ആൻസർ. 6 ആണ് അതിന്റെ ആൻസർ. കാരണം നോക്കൂ, ക്യൂബാർ ആണ് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇനിഷ്യലി എല്ലാം 0 ആയിരിക്കുമ്പോൾ ഇനിഷ്യലി എല്ലാം 0. നോക്കൂ ഇവിടെ അതുപോലെ ക്ലിയർ ഇൻപുട്ടിൽ ഇവിടെ ക്ലിയർ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ആ ട്യൂട്ടോറിയൽ പ്രോബ്ലത്തില് ലോഡാണ് ചെയ്തവരെ, ഒരാൾ അബദ്ധത്തിൽ ലോഡ് എഴുതി കോപ്പി ചെയ്തവരെല്ലാം ലോഡിലേക്ക് പോയി. ഇവിടെ ക്ലിയർ ആണ്, ലോഡല്ല കേട്ടോ. ഇനി റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടറിൽ എന്തെങ്കിലുമൊക്കെ ഒന്നുകൂടെ ക്ലാരിറ്റി വേണമെന്നോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നോ ഉള്ളവർ ചോദിക്കൂ. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആൻസർ പറയണം. അപ്പൊ എന്തെങ്കിലും ക്ലാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പോർഷനിൽ വേണമെങ്കിൽ ചോദിക്കണം. ആർക്കൊന്നും ചോദിക്കാനില്ല? ചോദിക്കൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോദിക്കേ. നിങ്ങളോട് ഞാൻ ഒരു സെൽഫ് സ്റ്റാർട്ടിങ് റിംഗ് വരയ്ക്കാൻ പറഞ്ഞില്ലേ, എന്താണത്? നവീൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. നവീൻ എന്താണ് ഈ സെൽഫ് സ്റ്റാർട്ടിങ് റിംഗ് എന്നുള്ളതുകൊണ്ട് മനസ്സിലായെന്ന്? ഹലോ മിസ്സേ, അതെനിക്കറിയില്ല, ഞാൻ നോക്കി എഴുതിയതാ. അല്ല, അപ്പൊ സാധാരണ റിംഗും മറ്റേ ഈ സെൽഫ് സ്റ്റാർട്ടിങ് റിംഗും തമ്മിൽ എന്താ വ്യത്യാസം? സാധാരണ നമ്മളിപ്പോ റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞു പഠിച്ചില്ലേ, അതും ഈ സെൽഫ് സ്റ്റാർട്ടിങ് റിംഗും തമ്മിൽ എന്താ വ്യത്യാസം? നവീന് മനസ്സിലായത് പറഞ്ഞാ മതി. ലോഡ് കൊടുക്കാണ്ട്
നവീൻ, അതിന് നമ്മൾ ലോഡ് എന്ന് പറയാറില്ല കേട്ടോ. കാരണം ആക്ച്വലി രജിസ്റ്റേഴ്സിനൊക്കെയാണ് ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ ബിറ്റ് അതിലേക്ക്. ഇപ്പൊ ഇതിനൊക്കെ ഒരു ഈ എസ്പെഷ്യലി റിംഗ് കൗണ്ടറിലേക്ക് ഒരു 1 ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീസെറ്റ് വെച്ചിട്ട്. കാരണം ഇനിഷ്യലി സാധാരണ ഇപ്പൊ നമ്മൾ വരച്ച ആ 3 ഇപ്പൊ 3 ബിറ്റ് റിംഗ് കൗണ്ടർ ആണെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, പിന്നെ നമ്മൾ ആ ഫൈനലിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റിന്റെ ഇൻപുട്ട് ആയി കൊടുക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു റിംഗ് കൗണ്ടറിൽ അതിന്റെ ഫംഗ്ഷൻ തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു 1 വേണം. ഇനിഷ്യലി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു 1 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പ്രീസെറ്റ് കൊടുക്കും. സോ a single 1 is introduced into a set of flip-flops through preset. അതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ we can load a 1 to any of the flip-flops. പക്ഷേ അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു 1 കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്ലോക്ക് കൊടുത്താലേ റിംഗ് കൗണ്ടർ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ സെൽഫ് സ്റ്റാർട്ടിങ് റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മൾ ഒരു എക്സ്റ്റേണലി ഒരു സാധനം ഈ നവീൻ പറഞ്ഞ പോലെ ലോഡ് ചെയ്യോ പ്രീസെറ്റ് ചെയ്യോ വേണ്ട. കാരണം ആ സർക്യൂട്ട് തന്നെ എല്ലാ ഔട്ട്പുട്ടും ക്ലിയർഡ് ആയി കഴിഞ്ഞാൽ അത് തന്നെ ഒരു 1 ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അതാണ് സെൽഫ് സ്റ്റാർട്ടിങ്. ഓക്കെ, അതാണ് നിങ്ങൾ നോർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു നോർ ഗേറ്റ് ശരിക്കും ആക്ച്വലി അത് ഇൻപുട്ടിലേക്ക് അല്ല കൊടുക്കട്ടെ, ഇതുപോലെ പ്രീസെറ്റിലേക്ക് കൊടുത്താൽ ആക്റ്റീവ് ലോ പ്രീസെറ്റ് ആണെങ്കിൽ നോറിന്റെ ആക്റ്റീവ് ലോ ആണ് ആക്റ്റീവ് ഹൈ ആണോ എന്നുള്ള അനുസരിച്ചിരിക്കുവേ. നോറിന്റെ ഔട്ട്പുട്ട് 1 ആവുന്നത്. ആക്റ്റീവ് ഹൈ പ്രീസെറ്റ് ആണെങ്കിൽ നോർ യൂസ് ചെയ്യാം. കാരണം നോറിന്റെ എല്ലാ ഇൻപുട്സും 0 ആയാൽ അതിന്റെ ഔട്ട്പുട്ട് 1 ആവും. അപ്പോ ആ 1 ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ലോഡ് ചെയ്യും. അപ്പൊ അത് കാരണം നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 1 അവിടെ ലോഡ് ആവും. നമ്മൾ എക്സ്റ്റേണലി കൊടുക്കണ്ട. അതാണ് സെൽഫ് സ്റ്റാർട്ടിങ്. ഓക്കെ നവീൻ, മനസ്സിലായോ? അതോ ഒന്നുകൂടെ പറയണോ? മനസ്സിലായി. ഓക്കെ നവീൻ, ശരി. ബാക്കി എല്ലാവർക്കും മനസ്സിലായി? സെൽഫ് സ്റ്റാർട്ടിങ് വരയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു എവിടെ നിന്നൊക്കെ കോപ്പി ചെയ്ത് പകുതി എന്ന് വെച്ചാൽ അതും ഇതുപോലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലാണ്. നോർ വരച്ചിട്ടുണ്ട്, നോറിന്റെ എല്ലാ ഇൻപുട്സും കണക്റ്റഡ് അല്ല, നോറിന്റെ ഔട്ട്പുട്ട് കണക്റ്റഡ് അല്ല. നോക്കൂ, അങ്ങനെയൊന്നും വരച്ചാൽ കിട്ടില്ല. 3 ബിറ്റ് ആണെങ്കിൽ ഈ റിംഗ് കൗണ്ടേഴ്സ് അത് നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആവുമായിരുന്നു. കാരണം ഒരു 1 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ റിംഗ് കൗണ്ടർ വർക്ക് ചെയ്യില്ല. എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു സിംഗിൾ 1 ഏതെങ്കിലും ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ കൊടുക്കണം. എന്നിട്ട് ക്ലോക്ക് കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് സാധാരണ റിംഗ് കൗണ്ടർ. പക്ഷേ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട്, എക്സ്റ്റേണൽ ഗേറ്റ് ഇതുപോലത്തെ യൂസ് ചെയ്ത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ക്ലിയർഡ് ആയാൽ ഉടനെ ഓട്ടോമാറ്റിക്കലി ഒരു 1 ഈ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നവീൻ പറഞ്ഞ അതേ വാക്ക് ലോഡ് ചെയ്യുന്ന പോലെ. ലോഡ് ചെയ്യുന്ന സിംഗിൾ 1 ഉള്ളൂ. അതുകൊണ്ടാണ് ആ വാക്ക് അധികം ലോഡ് ചെയ്യാന്നുള്ള. ലോഡിങ് എ സിംഗിൾ 1 ടു എനി ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതാണ് സെൽഫ് സ്റ്റാർട്ടിങ് റിംഗ് കൗണ്ടർ. മറ്റേ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കേണ്ടി വരും ഒരു 1. ഇതിപ്പോൾ എക്സ്റ്റേണലി കൊടുക്കണ്ട. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ക്ലിയർ ഇൻപുട്സിൽ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ ക്ലിയർ എന്ന് തന്നെയാണ് പറയുക, ലോഡ് അല്ല കേട്ടോ. ആക്ച്വലി വി ആർ ഇൻപുട്ടിങ് 0, സോ അത് ക്ലിയർ ഇൻപുട്ട് തന്നെയാണ്. ഓക്കെ, ഇനി റിംഗ് ആൻഡ് ജോൺസണിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. എന്തുകൊണ്ടാണ് ട്യൂട്ടോറിയൽ ചെയ്യാത്തത്? ചെയ്യാത്ത മഹാന്മാർക്കും മഹതികൾക്കും എന്ത് എക്സ്പ്ലനേഷൻ ആണ് പറയാനുള്ളത്? വേറെ വല്ല പണി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഈ ക്ലാസ് അവരല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളൂ. എനിക്കിത് ചോദിച്ച് ക്ലാസ് ടൈം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് വിടുന്നത്. എന്നിട്ട് ഞാൻ പറയില്ല അതൊക്കെ ഞാൻ വിടാം. പക്ഷേ നിങ്ങൾ നന്നായി പെർഫോം ചെയ്താൽ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കാൻ വരുന്നേ ഇല്ല. പെർഫോമൻസും താഴെ, റെഗുലർ വർക്കും ചെയ്യൂല. അപ്പോഴാണ് ഇതൊക്കെ ഇഷ്യൂ ആയി മാറുന്നത്. ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചേ പറ്റൂ. ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം.
നിങ്ങൾക്ക് NPTEL വീഡിയോസിന്റെ അല്ലെങ്കിൽ സ്വയം വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് അത് നിങ്ങൾ നോക്കുന്നുണ്ടോന്നാണ്. ഇത് റെഗുലർ ക്ലാസ്സോ അതിന്റെ PPTയോ അതിൽ തരുന്ന ഹോംവർക്കോ പോലും നിങ്ങൾ ചെയ്യുന്നില്ല. എന്നിട്ട് ആണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് NPTEL വീഡിയോസ് ഷെയർ ചെയ്ത് അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. എന്തുറപ്പ് വരുത്താൻ? ഞങ്ങൾ ഇടുന്ന ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടി ഒരുപാടൊന്നും തരുന്നില്ലല്ലോ. ഒരു ദിവസം റെഗുലർ ക്ലാസ് ഇല്ല, ആ സമയത്ത് ഇത് ചെയ് എന്ന് പറഞ്ഞേ തരുന്നുള്ളൂ. വേറെ നിങ്ങളുടെ ടൈമൊന്നും എടുക്കുന്നൊന്നുമില്ല. അതുപോലും ചെയ്യാത്ത നിങ്ങളെ അഡീഷണലി ഈ NPTEL വീഡിയോസ് ലിങ്ക് ഷെയർ ചെയ്ത് അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഉറപ്പുവരുത്താനാണ്? നിങ്ങൾ തന്നെ പറയൂ ഒരു മാർഗം. ഓൺലൈൻ എക്സാം ഇത്രയധികം കോപ്പി അടിച്ചു എന്നിട്ടാണ് ഇങ്ങനെയുള്ള മാർക്ക്, ഈ വിശേഷങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടേത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. എൻ്റെ അമ്മേ, എന്തൊരു കോപ്പിയടി, ഒരു സെൻസും ഇല്ലാത്ത കോപ്പിയടി എന്ന് പറഞ്ഞ പോലെയാണ്. അതിന് പോലും ഒരു എഫേർട്ട് എടുക്കാൻ വയ്യ. കോപ്പി അടിക്കുമ്പോൾ ഒരു മര്യാദയ്ക്ക് കോപ്പി അടിക്കുക എന്നുള്ള എഫേർട്ട് പോലും ഇല്ല. അപ്പോ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാമോ? ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കൂ. അറ്റ്ലീസ്റ്റ് റെഗുലറായി എന്നോട് ചോദിക്കൂ. അതിന് മുമ്പ് ഒരു കാര്യം, ഓക്കെ, ഇന്നത്തെ അറ്റൻഡൻസ് ഒന്ന് എടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം കൺസെപ്റ്റിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് ടോപ്പിക്സ് പറയാനുണ്ട്. ഞാൻ ഇന്ന് ആ ടോപ്പിക്സ് പറയാം, നിങ്ങൾ ആ ടോപ്പിക്സ് കേൾക്കൂ. എന്നിട്ട് എനിക്ക് ഒരു ടോപ്പിക് അവതരിപ്പിക്കാൻ 2 ആളെ വെച്ച് വേണം. അത് മോസ്റ്റ് പ്രോബ്ലി കഴിഞ്ഞ തവണ പ്രസന്റ് ചെയ്തവരില്ലേ, അവര് വേണമെന്നില്ല. എന്ന് വെച്ചാൽ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഋതുലൊക്കെ പ്രസന്റ് ചെയ്തതാണ്. നമ്പർ 24 റാഷിദ് പറഞ്ഞു, ഋതുൽ, റാഷിദ്, ഷാമിൽ, ശ്രുതി, റിഷാദ് പകുതി പറഞ്ഞു എന്ന് പറയാം. എന്തായാലും ഋതുൽ, റാഷിദ്, ഷാമിൽ, ശ്രുതി അവരുടെ ടേൺ കഴിഞ്ഞു, അവർ പറയണമെന്നില്ല. ബാക്കിയുള്ളവര് ഞാൻ ഈ കാണിക്കുന്ന ടോപ്പിക്സ് നോക്കി ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നാളെ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം, അപ്പൊ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഗ്രൂപ്പും ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. കാരണം ഇതൊക്കെയാണ് ടോപ്പിക്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത മോഡ്യൂളിലെ ടോപ്പിക്സ് ആണ് TTL, ട്രാൻസിസ്റ്റർ ലോജിക്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലോജിക് ഗേറ്റ്സ്. അതിനകത്ത് പറയാനുള്ളതാണ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലോജിക് ഗേറ്റ്സ്, ലോജിക് ലെവൽസ് ആൻഡ് നോയ്സ് മാർജിൻസ്, പ്രൊപ്പഗേഷൻ ഡിലേ, ട്രാൻസിഷൻ ടൈം, പവർ കൺസംഷൻ ആൻഡ് പവർ ഡിലേ പ്രൊഡക്റ്റ്. ഇതിനെപ്പറ്റി ഉള്ള ഒരു എക്സ്പ്ലനേഷൻ. അടുത്ത രണ്ടാമത്തെ ടോപ്പിക് ECL. ECLലെ പിന്നെ അടുത്ത ലോജിക് ഫാമിലി CMOS. ഇത് മൂന്ന് ഡിഫറെന്റ് ലോജിക് ഫാമിലീസ് ആണ്. ആ ലോജിക് ഫാമിലീസിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയേണ്ടത്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലോജിക് ലെവൽസ്, ദാറ്റ് മീൻസ് ലോജിക് 0ക്ക് എന്ത് വോൾട്ടേജ് കൊടുക്കണം, ലോജിക് 1ന് എന്ത് കൊടുക്കണം, ആ റേഞ്ച്, നോയ്സ് മാർജിൻ, പ്രൊപ്പഗേഷൻ ഡിലേ, ട്രാൻസിഷൻ ടൈം. ഇതൊക്കെ പ്രൊപ്പഗേഷൻ ഡിലേക്ക് എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്നും, TTLന് ടിപ്പിക്കലി എത്രയാണ് അതിന്റെ വാല്യൂ, അതുപോലെ ECLന് എത്രയാണ്, അങ്ങനെയാണ് ട്രാൻസിഷൻ ടൈം. ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ TTL, ECL, CMOS അത് മൂന്നിന്റെയും ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. പിന്നെ TTL ഇൻവെർട്ടർ, സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ, ഓപ്പറേഷൻ. നിങ്ങളിപ്പോ ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് CMOS ഇൻവെർട്ടർ, സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ, ഓപ്പറേഷൻ,
structure and operation of NAND in TTL, structure and operation of NAND and NOR in CMOS. ഇങ്ങനെയുള്ള 7 ടോപ്പിക്കാണ് ഇനി നിങ്ങൾ എടുക്കേണ്ട. ഇത് മാത്രമല്ല ഇനിയും വരുന്നുണ്ട് കേട്ടോ ടോപ്പിക്സ്. അപ്പൊ ഇപ്പൊ എടുത്തവരെ ഈ 4 പേരെ ഒഴിവാക്കിയ പോലെ ഞാൻ ഒഴിവാക്കും. പിന്നെ കുറെ പേർക്ക് തന്നിട്ട് എടുക്കാതിരിക്കുന്നുണ്ടല്ലോ, അവരെയൊക്കെ ഈ ഇതിന്റെ മാർക്കിൽ നിന്ന് ഒഴിവാക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇങ്ങനെ ഒരു സാധനം കൂടി നിങ്ങൾ ചെയ്യണം എന്നുണ്ട്. അതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. അപ്പൊ ഇത് നിങ്ങൾക്ക് പറഞ്ഞോ. അപ്പൊ ഈ ടോപ്പിക്സ് കണ്ടല്ലോ, എഴുതണം. ഈ ടോപ്പിക്സ് ഒന്നുകൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ മതി. അടുത്ത മോഡ്യൂളിലെ ടോപ്പിക്സ് ആണ് ഇത്. അത് നോക്കിയിട്ട് അടുത്ത ദിവസം വരുമ്പോൾ ഈ 7 ടോപ്പിക് നിങ്ങളിലെ 7 ഗ്രൂപ്പാണ് എനിക്ക് വേണ്ട. 2 പേരുടെ ഒരു ഗ്രൂപ്പ്. നിങ്ങൾ തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്ത് പറഞ്ഞാൽ നല്ലത്. അങ്ങനെ ഒരു ചോയ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നു, അല്ലെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഗ്രൂപ്പ് ഞങ്ങൾ 2 പേരും ഇന്ന ടോപ്പിക് എടുക്കാം അങ്ങനെ പറയാൻ വില്ലിംഗ് ആയിട്ട് വല്ലവരും ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് മാർക്ക് ചെയ്യും. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. കൗണ്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഈ കൗണ്ടേഴ്സിൽ തന്നെ 2 കൗണ്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ എന്ന് പറയുന്ന റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും. ആ കൗണ്ടറും നമ്മൾ ഇനി പറയാൻ പോകുന്ന കൗണ്ടേഴ്സും തമ്മിലൊരു വ്യത്യാസമുള്ളത്, ഇനി പറയാൻ പോകുന്നത് ബൈനറി കൗണ്ടേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ബൈനറി സീക്വൻസ്, ദാറ്റ് ഈസ് 00. ഇപ്പൊ 2 ബിറ്റ് ആണെങ്കിൽ 00, 01, 10, 11. അതാണ് ബൈനറി സീക്വൻസ്. ആ ബൈനറി സീക്വൻസിൽ കൗണ്ട് ചെയ്ത് പോകുന്ന അങ്ങനെ ആ ടൈപ്പ് കൗണ്ടേഴ്സ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് പറയൂ. നമ്പർ 1. ഇല്ലേ? പറ. പറഞ്ഞോ അഭിഷേകേ. അറ്റൻഡൻസ് നമ്പർ 1 മൈക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് പോയാ? ഹലോ മിസ് കേൾക്കില്ലേ? 1 2 2 ഓക്കെ, പറഞ്ഞു പൊക്കോ. 3 4 5 absent 6 7 8 9 ഓക്കെ, വേഗം പറഞ്ഞോ. 11 12 അർജുൻ ഇല്ലേ? 13 ഇല്ല. 15 16 അതുൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതുൽ ഉണ്ടായിരുന്നല്ലോ. 18 ബേസിൽ 19 ധ്യാൻ ഉണ്ടായിരുന്നല്ലേ? ധ്യാൻ എവിടെ പോയി? ഇവരൊക്കെ പോയോ? 21 22 23 24 ജിതിൻ ഇല്ല. 26 27 28 29 30 31 32 33
34, 34. 35. 36. 37. Shahir. 39. 40. 41. 42. 43, 44. 40, 44. 45. 46 ഇല്ല. ഓക്കെ. 47. ഓക്കെ. 48. റോഷിത്, മൈക്ക് മ്യൂട്ട് ചെയ്യ്. Okay, counters. We'll see. Okay, we'll see counters. Counters are asynchronous and synchronous counters. Asynchronous counters and synchronous counters. ഇതെന്താണെന്ന് നമ്മൾ നോക്കും. Asynchronous countersനെ ripple counter എന്നും പറയാറുണ്ട്. Okay. Counter is a register that goes through a predetermined sequence of states upon the application of clock pulse. Asynchronous counters and synchronous counters. In asynchronous counters, the clock signal is only used to clock the first flip-flop. Each flip-flop except the first is clocked by the preceding flip-flop. എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. നോക്കൂ, എക്സ്റ്റേണൽ ക്ലോക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മാത്രം ക്ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യും. അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അടുത്തതിനെ ക്ലോക്ക് ചെയ്യുന്നത്. അതാണ് അസിൻക്രണസ് കൗണ്ടർ. ഒരു കാര്യം ദേ ക്ലോക്ക് വരച്ചിരിക്കുന്ന നോക്കൂ, ഇതുപോലെ തന്നെ വരയ്ക്കണേ. ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗർഡ്. എഡ്ജ് ട്രിഗറിങ്ങിനാണ് ഈ ട്രയാങ്കുലർ സിമ്പൽ. പോസിറ്റീവ് ആണെങ്കിൽ ബബിള് കാണൂല, നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആണെങ്കിലാണ് ഈ ബബിള് കാണുക. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ക്ലോക്കിന്റെ നെഗറ്റീവ് ട്രാൻസിഷനിലാണ് ഒരു ഔട്ട്പുട്ട് ചേഞ്ച് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സർക്യൂട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്ടിവേറ്റ് ആവുന്നത് ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിൽ. നെഗറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 1 to 0 ട്രാൻസിഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ അസിൻക്രണസ് കൗണ്ടർ മനസ്സിലായോ? എന്താണ് അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്ലോക്ക് വെച്ച് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മാത്രമേ ക്ലോക്ക് ചെയ്യൂ. ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്സ്, സർക്യൂട്ടിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ക്ലോക്ക് ചെയ്യുന്നത് ഇതിനകത്തുള്ള ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഔട്ട്പുട്ട്സ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ദ ക്ലോക്ക് സിഗ്നൽ ഈസ് ഓൺലി യൂസ് ടു ക്ലോക്ക് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സെപ്റ്റ് ദ ഫസ്റ്റ് ഈസ് ക്ലോക്ക്ഡ് ബൈ ദ പ്രിസീഡിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതാണ് അസിൻക്രണസ്. എല്ലാം ഒരുപോലെയല്ല, ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. Whereas synchronous counters, the clock signal is applied to all flip-flops, which means that all flip-flops shares the same clock signal. Thus, the output will change at the same time. Okay, എന്താണ് synchronous എന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ രണ്ട് കൗണ്ടേഴ്സ്, റിങ്ങും ജോൺസണും. ആ റിങ്ങും ജോൺസണും അസിൻക്രണസ് ആണോ സിൻക്രണസ് ആണോ? റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ട്. ഓൾറെഡി നമ്മൾ പഠിച്ച രണ്ട് കൗണ്ടർ. അത് സിൻക്രണസ് കൗണ്ടർ കാറ്റഗറിയിൽ വരുമോ അസിൻക്രണസ് കൗണ്ടർ കാറ്റഗറിയിൽ വരുമോ? യുവർ ആൻസേഴ്സ്. ടൈപ്പ് സിൻക്രണസി വരുമോ അസിൻക്രണസി വരുമോ?
ഒരു അഭിപ്രായവും ഇല്ലേ? റിംഗ് കൗണ്ടർ. യെസ്. ആ, വൃന്ദ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവര്? അന്ന, ശ്രേയസ്, ഓക്കെ, യെസ്. ബാക്കിയുള്ളവര് പറയൂ. നവാഫ് ഒരു ആൻസർ ടൈപ്പ് ചെയ്യ്. റിംഗ് കൗണ്ട്. യെസ് അജീബ്. നവാഫിന്റെ ആൻസർ ഒന്ന് കാണട്ടെ ഞാൻ. സിങ്ക്രണസ് ആണോ അസിങ്ക്രണസ് ആണോ? റിംഗ് കൗണ്ടർ. ഓക്കെ. യെസ് യെസ് നവാഫ്. സിങ്ക്രണസ് ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ ഇതനുസരിച്ച് ഇതാണ്. ദ ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്. നേരത്തെ ഉള്ളതില് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിലും, റിംഗില് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിലും ഒരേ ക്ലോക്ക് ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അത് സിങ്ക്രണസ് കൗണ്ടർ കാറ്റഗറി വരും. അസിങ്ക്രണസില് ഒരേ ക്ലോക്ക് അല്ല കൊടുക്കുക. എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് സിഗ്നൽ ഫസ്റ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം കൊടുക്കും. ഇനി അടുത്തടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അതിന്റെ തൊട്ടു മുമ്പിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സിഗ്നലിനെയാണ് ക്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി മോഡുലസ്. ഒന്നുകൂടെ ഇവിടെ പറയുകയാണ്. മോഡുലസ് ഓർ മോഡ് of a counter is the number of states it counts in a complete cycle before it goes back to its initial state. The number of states it counts in a complete cycle before it goes back to its initial state. Thus, the number of flip-flops used depends on the mode of the counter. Mode 4 counter uses mode 4 തന്നെ 4 സ്റ്റേറ്റേ ഉള്ളൂ. നിങ്ങളുടെ റിംഗിൽ ആക്ച്വലി 4 ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടെ കുറെ സ്റ്റേറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു മോഡ് 4 എന്ന് പറഞ്ഞാൽ 2⁻² ആണ് 4. അതുകൊണ്ട് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് മതി. മോഡ് 8 2�3, 8 ആയിട്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് മതി. ഇനി okay, asynchronous counters are commonly referred to as ripple counter because the effect of the input clock pulse is first felt by the first flip flop. ആദ്യ ക്ലോക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനാണ്. cannot get to the second flip flop immediately because of the propagation delay through flip flop 0. കണ്ടോ, ഇവിടെ ക്ലോക്ക് കിട്ടും. അപ്പൊ ഇതിനാണ് ആദ്യത്തെ ഇഫക്റ്റ്. അത് കഴിഞ്ഞ് ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന് ക്ലോക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് ഫസ്റ്റ് ഇമ്പൾസ് കിട്ടുന്ന ക്ലോക്കിന്. ഇതിൽ കൂടെ നിങ്ങൾ JK വരച്ചു നോക്കി നിങ്ങൾക്ക് അറിയാം. ഒരു നമ്പർ ഓഫ് ഗേറ്റ്സ് ഉണ്ട്. ഒരു 4 ഗേറ്റ്. JK മാസ്റ്റർ സ്ലേവ് ആണെങ്കിൽ അതിലും കൂടുതൽ ഗേറ്റ്സ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് പൾസ് കിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. Asynchronous counters are commonly referred to as ripple counter because the effect of the input clock pulse is first felt by first flip flop. The effect cannot get to the second flip flop immediately because of the propagation delay through flip flop. So the effect of an input clock pulse ripples through the counter, taking some time due to propagation delays to reach the last flip flop. Only the first flip flop receive clock pulse from the source or clock generator. Other flip flops receive clock pulse from either Q or Q bar of prior flip flops. ഇനി asynchronous കൗണ്ടർ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും? ഏറ്റവും സിമ്പിൾ asynchronous കൗണ്ടർ 2-bit കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്ന് വെക്കും. അപ്പോൾ 2-bit കൗണ്ടർ 2 ബിറ്റേ ഉള്ളൂ. 00, 01, 10, 11. ഇതാണ് നമ്മുടെ കൗണ്ടിങ് സീക്വൻസ്. 00, 01, 10, 11. പിന്നെ വീണ്ടും ബാക്ക് ടു 00. അതാണ് സ്റ്റേറ്റ് ഡയഗ്രാം. ഇത് സ്റ്റേറ്റ് ടേബിൾ. ഇത് സ്റ്റേബിളിൽ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നോക്ക്. കൗണ്ടർ 00-ലായിരുന്ന അടുത്ത ക്ലോക്ക് കിട്ടിയ കൗണ്ടർ എങ്ങോട്ട് പോകണം? 01-ലേക്ക്. കൗണ്ടർ 01-ലായിരിക്കുമ്പോൾ അടുത്ത ക്ലോക്ക് കിട്ടിയ എങ്ങോട്ട് പോകണം? 10-ലേക്ക്. 10-ലായിരിക്കുമ്പോൾ അടുത്ത ക്ലോക്ക് കിട്ടിയ 11-ലേക്ക് പോകണം. 11-ലായിരിക്കുമ്പോൾ കൗണ്ടർ സപ്പോസ് 11 ആണ്. 11 ആയിരിക്കുമ്പോൾ അതിനൊരു ക്ലോക്ക് കിട്ടിയ അത് എങ്ങോട്ട് പോകും? ഇനിഷ്യൽ 00-ലേക്ക് പോകും.
അപ്പോൾ ഈ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് പറയുന്ന ഈ ടേബിളില്ലേ ഇതിനെയാണ് സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ഡയഗ്രാം ഷോസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ എല്ലാ കൗണ്ടിങ് സീക്വൻസും അതിന്റെ സീക്വൻസ് ഓർഡറിൽ, അതാണ് ആരോ സീക്വൻസ് ഓർഡറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം. നോക്കൂ, 2 ബിറ്റ് കൗണ്ടർ, ഇതാണ് കൗണ്ടിങ് സ്റ്റേറ്റ്സ് 00, 01, 10, 11 എന്ന് വെച്ചാൽ അത് ഓരോ സ്റ്റെപ്പ് ഇൻക്രിമെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യും? അസിൻക്രണസ് കൗണ്ടർ. സോ ദിസ് ഇസ് അസിൻക്രണസ് അപ്പ് കൗണ്ടർ. എന്താ അപ്പ് കൗണ്ടർ എന്ന് പറയാൻ? ഓരോ ക്ലോക്ക് കിട്ടുമ്പോഴും കൗണ്ട് ഒന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പ് ഒരു ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. സോ നോക്ക്, ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ LSB ഇല്ലേ, Q1 Q0 LSB Q0 ഇല്ലേ, LSB ചേഞ്ചസ് ഫോർ എവറി ക്ലോക്ക് അല്ലേ. 0 ന്ന് 1 ആവുന്നു, 1 ന്ന് 0 ആവുന്നു, 0 ന്ന് 1 ആവുന്നു, 1 ന്ന് 0 ആവുന്നു. LSB changes for every clock signal and the MSB Q1 changes for every 1 to 0 transition of LSB. Q0 1 ന്ന് 0യിലേക്ക് പോകുമ്പോൾ Q1 0 ന്ന് 1ലേക്ക് പോകും. ഇവിടെ നോക്കൂ, Q0 1 ന്ന് 0യിലേക്ക് പോകുമ്പോൾ Q1 1 ന്ന് 0യിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡുമാണ്. എക്സ്റ്റേണൽ ക്ലോക്ക് ജെയും കെയും 1ലേക്ക് ടൈ ചെയ്താൽ എന്താണ്? ടോഗിൾ മോഡാണ്. സോ എവറി ഇൻപുട്ട് ക്ലോക്ക് ദ ഔട്ട്പുട്ട് വിൽ ടോഗിൾ. അതുകൊണ്ട് ജെയും കെയും ഹൈലോട്ട് ലോജിക് 1ലേക്ക് കൊടുത്തിട്ട് അതിനൊരു ക്ലോക്ക് കൊടുത്താൽ ക്ലോക്ക് കിട്ടുമ്പോൾ എല്ലാം ഔട്ട്പുട്ട് Q01 01 01 എന്ന് മാറിക്കൊണ്ടിരിക്കുക. അതാണ് എവറി ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിൽ ഇത് 0 ആണെങ്കിൽ 1ൽ പോവും, 1 ആണെങ്കിൽ 0യിൽ വരും. പിന്നെ അടുത്ത ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ വീണ്ടും അത് ടോഗിൾ. So Q0 toggles for every active clock. കണ്ട, ഇത് ആക്റ്റീവ് ക്ലോക്ക്, ഇത് ആക്റ്റീവ് ക്ലോക്ക്, ഇത് ആക്റ്റീവ് ക്ലോക്ക്, ഇത് ആക്റ്റീവ് ക്ലോക്ക്. അപ്പൊ Q0 അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി Q0 is given as the clock for next flip flop. Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് Q0 ആണ്. അതിന്റെയും ജെയും കെയും കൂടെ ലോജിക് 1ലേക്ക് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ മോഡിൽ വെച്ചിട്ട് ക്ലോക്ക് കൊടുക്കുകയാണ്. അപ്പൊ നോക്കൂ, എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടതനുസരിച്ച് ഇവിടെ ഈ Q0ന്റെ നെഗറ്റീവ് ട്രാൻസിഷനിലെല്ലാം Q0 ആണ് അടുത്തതിന്റെ ക്ലോക്ക്. Q0 എപ്പോഴൊക്കെ 1 ന്ന് 0യിലേക്ക് പോകുമോ ഇവിടെയും, അപ്പൊ ഇവിടെയും ഇവിടെ, അപ്പോഴൊക്കെ Q1 ടോഗിൾ ചെയ്യും. Q1 ഇനിഷ്യലി 0 ആയിരുന്നു, ഇവിടെ ആക്റ്റീവ് ക്ലോക്ക് അല്ല എന്ന് വെച്ചാൽ അതിന് വേണ്ട ക്ലോക്ക് കിട്ടിയില്ല. ഇവിടെ എത്തിയപ്പോൾ ക്ലോക്ക് കിട്ടി, അപ്പൊ അത് 0 ടോഗിൾ ചെയ്ത് 1ലേക്ക് പോയി. വീണ്ടും ഇവിടെ അതിന് ആക്റ്റീവ് ക്ലോക്ക് Q1 കിട്ടിയില്ല, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 കിട്ടിയില്ല, അതുകൊണ്ട് അത് ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അടുത്ത ആക്റ്റീവ് ക്ലോക്ക് വന്നപ്പോൾ ഇവിടെയാണ് ആക്റ്റീവ് ക്ലോക്ക് 1 ന്ന് 0യിലേക്ക് ചേഞ്ച്. അപ്പൊ അത് വീണ്ടും ടോഗിൾ ചെയ്ത് 0യിലേക്ക് പോയി. അപ്പൊ ഇതാണ് Q1ന്റെ ചേഞ്ച്. ഇപ്പൊ ഇത് വെച്ച് നോക്കിയാൽ ഫോർ എവറി ക്ലോക്ക് നമ്മളൊന്ന് കൗണ്ട് എടുത്ത് നോക്കിയാൽ നോക്കൂ, ഫസ്റ്റ് ക്ലോക്ക് 00, സെക്കൻഡ് ക്ലോക്ക് 01, തേർഡ് ക്ലോക്ക് 10, ഫോർത്ത് ക്ലോക്ക് 11. അപ്പൊ നമുക്ക് വേണ്ട കൗണ്ടായി 0 1 2 3. സോ ദിസ് ഇസ് അവർ 2-bit asynchronous up counter, 2-bit asynchronous binary up counter. 2-bit asynchronous counter is shown here. The external clock is connected to the clock input of the first flip-flop only. So the flip-flop 0 changes state at the falling edge of each clock pulse, falling edge or negative edge of each or falling edge or negative transition, falling edge of each clock pulse. But flip-flop 1 changes only when triggered by the falling edge of the Q output of flip-flop 0. Note that for simplicity, the transitions of Q0, Q1 and clock in the timing diagram above are shown as simultaneous, even though this is an asynchronous counter. Actually, there is some small delay between the clock Q0 and Q1 transitions. ഇവിടെ ഒരു എന്ന് വെച്ചാൽ ഇതേ ഇൻസ്റ്റന്റിൽ തന്നെ ഇത് ചേഞ്ച് ചെയ്യില്ല. അത് നമുക്ക് അടുത്ത എന്താണ് ആ വ്യത്യാസം എന്ന് അടുത്ത സ്റ്റേജിൽ കാണിക്കാം. ഫോർ ദ ടൈം ബീയിങ് അസ്യൂം ദാറ്റ് ദേ ആർ ചേഞ്ചിങ് അറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് അസിൻക്രണസ് റിപ്പിൾ കൗണ്ടർ. ഞാൻ
ഇന്ന് ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നില്ല. ഒരു കാരണം കൊണ്ടാണ്. നിങ്ങൾ വേറെ ഒരു നിങ്ങളുടെ മോറിസ് മാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അസിൻക്രണസ് കൗണ്ടർ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് 2-bit കൗണ്ടർ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അത് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിത് ഷെയർ ചെയ്യാത്തത്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് നോക്കണം അതുകൊണ്ട് കേട്ടോ. ഓക്കെ, സോ ഇപ്പൊ തന്നെ കുറെ പേര് പോയി, എന്നെ ബോധിപ്പിക്കാനാണ് ക്ലാസ്സിൽ കയറുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു. Thank you. We'll continue in next class. Thank you, Shreyas. Thank you, Atira. Yes, thank you.